ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 104. ഇതെന്താ ഇത്ര പെട്ടെന്നൊരു മീറ്റിംഗ്? കഴിഞ്ഞ മാസമല്ലേ ഒരു മീറ്റിംഗ് കഴിഞ്ഞത്? അന്ന് കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതും മീറ്റിങ്ങിന് പോവുകയാണെന്നും പറഞ്ഞ് ഒരുങ്ങുന്നവനെ കണ്ടപ്പോൾ വൈശാഖിക്ക് സത്യം പറഞ്ഞ വിഷമം വന്നുപോയി. മീറ്റിംഗ് ഒരാഴ്ചയോളം ഉണ്ടെന്ന് മഹാദേവൻ പറഞ്ഞപ്പോൾ അവളുടെ തകർച്ച അവിടെ പൂർണ്ണമായി. എടി, ഇത് വേറൊരു മീറ്റിംഗ് ആണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മടക്കിയ തുണികൾ ബാഗിലേക്ക് അടുക്കി വയ്ക്കുന്നതിനിടയിൽ മഹാദേവൻ അവളുടെ മുഖത്തേക്ക് നോക്കാതെ മറുപടി നൽകി. അത് ഏത് മീറ്റിങ്ങാ? അവൾ അവൻ്റെ പിന്നാലെ നടന്നു. അറിഞ്ഞാലേ നീ അടങ്ങൂ. മഹാദേവൻ അവസാനം ബാഗ് പൂട്ടി കട്ടിലിന് മുകളിലേക്ക് വെച്ചിട്ട് അവൾക്ക് നേരെ മുന്നിൽ ചെന്ന് നിന്നു. അറിയണം. ഒരാഴ്ച അവനെ കാണാതിരിക്കണമല്ലോ എന്ന സങ്കടത്തിൽ ഇരുന്നവൾ വാശിയായിരുന്ന ആ നേരം. എന്നാ കേട്ടോ, നിന്റെ മുത്തശ്ശൻ വിളിച്ചിട്ടാ ഞാനിപ്പോൾ പോണത്. ബിസിനസ്സിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, അത് ഡീൽ ചെയ്യാൻ ചെന്നൈ വരെ പോകേണ്ട ഒരാവശ്യമുണ്ടെന്ന്. മുത്തശ്ശൻ്റെ കയ്യിലുള്ള ഹൈലി കോൺഫിഡൻഷ്യൽ ഫയലുകളെ അവിടുത്തെ ഓഫീസിൽ കൊണ്ടുപോയി ഞാൻ കൊടുക്കണമെന്ന്. മറ്റാരെയും വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ആളെന്നോട് തന്നെ വന്ന് റിക്വസ്റ്റ് ചെയ്തത്. ചോദിച്ചപ്പോൾ പറ്റില്ലെന്ന് പറയാനും എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. മുഖവും വീർപ്പിച്ചു നിൽക്കുന്ന വൈശുവിൻ്റെ കവളിൽ പിടിച്ചൊന്ന് വലിച്ചു വിട്ടിട്ടാണ് അവൻ അവൾക്കുള്ള ഉത്തരം കൊടുത്തത്. മുത്തശ്ശൻ സാറിനെ ഏൽപ്പിച്ച പണി ആയതുകൊണ്ട് തന്നെ വൈശാഖി പിന്നീട് ഒന്നും പറഞ്ഞില്ല. എങ്കിലും അവളുടെ മുഖത്ത് നല്ല സങ്കടം നിറഞ്ഞു നിന്നിരുന്നു. ഒരാഴ്ച ആവോ തിരിച്ചു വരാൻ? അറിയാമെങ്കിലും പെണ്ണ് വീണ്ടും ചോദിച്ചു പോയി. പെട്ടെന്ന് കാര്യം കഴിഞ്ഞാൽ വേഗം വരാൻ പറ്റും. അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ടാണ് ചെക്കൻ അത് പറഞ്ഞത്. എനിക്ക് കാണാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കരച്ചിലിനെ എങ്ങനെയൊക്കെയോ തൊണ്ടക്കുഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് അവൾ പറഞ്ഞൊപ്പിച്ചു. എന്ന് പറഞ്ഞ എങ്ങനെയാ വൈശാഖി? ഞാനങ്ങ് പോയിട്ട് വരത്തില്ലേ വേഗം? അതുവരെ നല്ല കുട്ടിയായിട്ടിരുന്ന് പഠിച്ചോണം കേട്ടോ. അവനിലാ നേരം വാത്സല്യമായിരുന്നു അവളോടുള്ളത്. തലയാട്ടിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിയവളുടെ കണ്ണിൽ കണ്ണുനീർ വീണ് അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റ് നനഞ്ഞു തുടങ്ങി. കരയാതെ വൈശാഖി, നിന്റെ ഈ കരച്ചിലും കണ്ടുകൊണ്ട് വേണോ ഞാൻ പോകാന്? അവനിൽ നിന്നും ചോദ്യം വന്നതും അടുത്ത നിമിഷം തന്നെ അവൾ കൈവെള്ള കൊണ്ട് മുഖം മുഴുവനും തുടച്ച് വൃത്തിയാക്കിയിരുന്നു. പോയിട്ട് വരട്ടെ. പെണ്ണിൻ്റെ മുഖം ഇരു കൈകളിലും കോരിയെടുത്തിട്ട് അവനവളുടെ നെറുകയിൽ ചുണ്ടുകൾ അമർത്തി. മറുപടിയായി വൈശാഖിയിൽ നിന്ന് ഒരു മൂളിച്ച മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. കരയരുത് കേട്ടോ, അവൻ വീണ്ടും പറഞ്ഞു. മറുപടിയായിട്ട് അവൾ വീണ്ടും മൂളി. പൊയ്ക്കോട്ടെ. പെണ്ണിൻ്റെ കരച്ചിൽ ഉള്ളുലച്ചുവെങ്കിലും പോക്കൊഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം മഹാദേവൻ പിടിച്ചു നിന്നു. അതിനും മൂക്ക് വലിച്ചുള്ള ഒരു മൂളലായിരുന്നു അവളിൽ നിന്നും കിട്ടിയ മറുപടി. അവളിൽ നിന്നും മനസ്സില്ലാ മനസ്സോടെ വിട്ടകന്നവൻ ബെഡിന് മുകളിൽ ഇരിക്കുന്ന ബാഗ് കയ്യിലേക്ക് എടുത്തു. ശേഷം വാതിലിന് നേർക്ക് നടന്നു. വൈശാഖി ഏങ്ങലടിച്ചുകൊണ്ട് അവൻ പോകുന്നത് നോക്കി നിന്നു. പക്ഷേ 1-2 സ്റ്റെപ്പ് മുന്നിലേക്ക് നടത്തവൻ പോയതുപോലെ തന്നെ തിരിച്ച് അവൾക്കരികിലേക്ക് വേഗം വരികയാണ് ചെയ്തത്. എന്നിട്ട് പെണ്ണിനെ ഇറുക്കെ പുണർന്നിട്ട് അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ മുട്ടിച്ചു. നിമിഷങ്ങളോളം. അവൾ അവസാനം അവളുടെ മുഖത്തേക്ക് പോലും നോക്കാൻ കൂട്ടാക്കാതെ ധൃതിയിൽ മുറിയുടെ പുറത്തേക്ക് ഒരൊറ്റ പോക്കായിരുന്നു. വൈശാഖി കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണുപോയി. അയ്യേ, ഇതെന്താ വൈശുക്കൊച്ച ഇങ്ങനെ? അവനൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോയതല്ലേ. 1-2 ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ അവനിങ്ങ് തിരിച്ചു വരുവടി. അത്താഴം കഴിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്ന വൈശാഖിയുടെ അടുത്തായി ചെന്ന് ബാലു ഇരുന്നു. പെണ്ണൊന്നും പറഞ്ഞില്ല. ഭാസ്കരനെ നോക്കി വേദനയുള്ള ഒരു ചിരി ചിരിച്ചു. എന്നാലും നീ എന്താടി ഇങ്ങനെ? അയ്യേ, മോശം മോശം. ഇതിനൊക്കെ ഇങ്ങനെ കരയാൻ തുടങ്ങിയാലേ ജീവിതകാലം മുഴുവൻ കരയാനേ നിന്നെക്കൊണ്ട് പറ്റുള്ളൂ. അവളുടെ മനസ്സ് മാറ്റാൻ എന്നതുപോലെ ബാലു അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. വൈശു ഒന്നും പറയാതെ അയാളുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു.
ഒന്ന് പോയേടാ പാക്കരാ നീയെ. അവളെ വെറുതെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ കൊച്ചിനെ കരയിക്കാതെ. അപ്പോഴേക്കും പത്മ അങ്ങോട്ടേക്ക് ചെന്ന് അവരുടെ അരികിലായി ഇരുന്നിരുന്നു. ആ ബെസ്റ്റ്. നിങ്ങളുടെ കൊച്ചുമോൻ ഗൾഫിൽ പോയ പോലെയല്ലേ ഇവിടെ ഇരിപ്പ്. ബാലു വീണ്ടും അവളെ കളിയാക്കി. എൻ്റെ വൈശുക്കൊച്ചേ, എന്തേലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ രാവിലെ പോയാൽ വൈകിട്ട് വീട്ടിൽ വരുന്നവനാണ് എൻ്റെ പിശുക്കൻ കൊച്ചുമോൻ. പറയാനാണെങ്കിൽ ഈ ഗ്രാമം വിട്ടിട്ട് അവൻ പുറത്തു പോകുന്നത് തന്നെ വല്ലപ്പോഴുവാ. ജീവിതത്തിൽ ആദ്യമായ അവനിങ്ങനെ ഇത്രയും നാളും വീട് വിട്ട് നിൽക്കാൻ പോണത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? പലതും പുറത്തുനിന്നു തിന്നും മേടിച്ചും കുടിച്ചും സന്തോഷിക്കാനുള്ളതിന് ഇങ്ങനെ ആരെങ്കിലും കരഞ്ഞോണ്ടിരിക്കുമോ? ഇത് നല്ല കാര്യമായി. ബോണ്ട അതും പറഞ്ഞ് ചിരിച്ചതും വൈശാഖി ബാലുവിൻ്റെ തോളിൽ നിന്നും എഴുന്നേറ്റ് അവരെ ഉറ്റുനോക്കി. ഈ മുത്തശ്ശി ഇതെന്തൊക്കെയായി പറയുന്നത് എന്നുള്ള രീതിയിൽ. ഞാനുള്ള കാര്യമാണ് പറഞ്ഞ കൊച്ചേ, ഇച്ചിരി ബിരിയാണിയൊക്കെ തിന്നിട്ട് എത്ര കാലമായി. അതെങ്ങനാ? അവനോടുണ്ടെങ്കിൽ അതൊന്നും ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല. എങ്ങനെയുണ്ടോ ഒരു പിശുക്ക്. ശിവ ശിവ. ആക്കിക്കൊണ്ട് നീട്ടിയും കുറുക്കിയുള്ള പത്മാവതിയുടെ സംസാരം കേട്ടതും വൈശാഖി പോലും സ്വയം അറിയാതെ ചിരിച്ചു പോയിരുന്നു. പെണ്ണിൻ്റെ ചിരി കണ്ടതും പത്മാവതിയുടെ മനസ്സും ഒന്ന് തണുത്തു. പൊടുന്നനെയാണ് വൈശാഖിയുടെ കയ്യിലിരുന്ന ഫോൺ അടിച്ചത്. നോക്കിയപ്പോൾ മഹാദേവനായിരുന്നു. ആ കോള് എടുത്തുകൊണ്ട് മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. നിന്നെ എനിക്ക് വേണം വൈശാഖി. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. ഒരു വട്ടമെങ്കിലും എനിക്ക് നിന്നെ വേണം. എന്നെ മോഹിപ്പിച്ച് കടന്നു കളഞ്ഞവളാ നീ. അതും 10 പൈസയ്ക്ക് ഗതിയില്ലാത്ത അവൻ്റെ ഒപ്പം. അവനെ ഇല്ലാതാക്കിയിട്ടാണേലും ശരി, നീ ഈ ദീപക്കിൻ്റെ ഭാര്യയാവും. ആക്കും ഞാൻ. നീ സെക്കൻഡ് ഹാൻഡ് ആണേലും നിന്നിലൂടെ എനിക്ക് കിട്ടാൻ പോകുന്നതേ കോടികളുടെ ഹോസ്പിറ്റലുകളാടി. അതുകൊണ്ടേ വിട്ട് കളയാൻ പറ്റുമോ എനിക്ക്? മുറിയിലെ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന വൈശാഖിയുടെ ഫോട്ടോയിലേക്ക് നോക്കി ദീപക് അലറിച്ചിരിച്ചു, ഒരു ഭ്രാന്തനെ പോലെ. നിന്റെ അച്ഛനും അമ്മയൊക്കെ വലിയ ഡോക്ടേഴ്സ് ആയിരിക്കാം, പക്ഷെ മണ്ടരാടി. 10 പൈസയ്ക്ക് ബുദ്ധിയില്ല അതുങ്ങൾക്ക്. അല്ലെങ്കിലേ നീ പറയുന്നത് കേൾക്കാതെ ഞാൻ വരച്ച വരയിൽ കൂടി അവരിങ്ങനെ നടക്കുമോ? നിന്റെ കെട്ടിയോനെ ഇല്ലാതാക്കി നിന്നെ കൊണ്ടുവന്ന് അവരുടെ കാൽക്കൽ ഞാൻ ഇട്ടുകൊടുക്കും. പിന്നെ നീയും എൻ്റെ സ്വന്തം, നിന്റെ സ്വത്തുക്കളും എൻ്റെ സ്വന്തം. കയ്യിലിരുന്നത് നുണഞ്ഞുകൊണ്ടവൻ ആടി ആടി ബെഡിലേക്ക് വന്നിരുന്നു. എന്നിട്ട് വീണ്ടും ചുവരിലെ വൈശാഖിയുടെ ചിത്രത്തിലേക്ക് ഉറ്റുനോക്കി. വയസ്സറിയിപ്പിച്ചപ്പോൾ തൊട്ടേ പല പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് വഴിപോയ വരാല നീ. ഇത്തവണ നീ അങ്ങനെ രക്ഷപ്പെടില്ല. വരുക ഞാൻ നിൻ്റെ അടുത്തേക്ക്, എൻ്റെ ഭാര്യയാവാൻ വേണ്ടി. എന്നെ ചതിച്ചിട്ട് പോയതിന് നിനക്ക് ഞാൻ തരുന്ന ശിക്ഷയാ അത്. വെയിറ്റ് ആൻഡ് സീ. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ പാനീയം അപ്പാടെ വായിലേക്ക് കമഴ്ത്തിയിട്ട് അവനത് തറയിലെറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് ബെഡിന് കുറുകെ മലർന്നു കിടന്നു. ശേഷം കണ്ണുകൾ മെല്ലെ അടച്ചു പൂട്ടി ഉറക്കത്തിലേക്ക് ആഴ്ന്നു. അതേസമയം ചാരിക്കിടന്ന മുറിയുടെ വാതിലിനപ്പുറം ഇതെല്ലാം കേട്ടുകൊണ്ട് അവൻ്റെ മുത്തശ്ശനായ ഉണ്ണികൃഷ്ണൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ, അടുത്ത പാട്ടുമായിട്ട് അടുത്ത ദിവസം വരാമേ. അപ്പോൾ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ വേണ്ടി തുടങ്ങുവാണ്. ദേവരാഗം ഇനി 2 or 3 പാട്ടുകളെ കൂടെ കാണുള്ളൂ കേട്ടോ, അതിനുള്ളിൽ തീരുവേ. അപ്പം കഴിഞ്ഞ 5-6 ദിവസം ഞാൻ സ്റ്റോറി ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ലാസ്റ്റ് ഇട്ട സ്റ്റോറിക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ്. ഈ 2-3 ദിവസം കൊണ്ട് ഞാൻ ഈ സ്റ്റോറി തീർക്കും കേട്ടോ. അപ്പം വായിക്കാത്തവരെല്ലാവരും വായിച്ച് സപ്പോർട്ട് ചെയ്യുക, റിവ്യൂ കമൻറ്റ് തരിക. അപ്പോൾ എൻ്റെ അടുത്ത പാട്ടിന് വേണ്ടി കാത്തിരിക്കുക. ബൈ ബൈ.